പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ഒരു ഉപ്പാപ്പൻ്റെ വീടുണ്ടായിരുന്നു. ഓടുമേഞ്ഞ മൺകട്ട കൊണ്ട് പണിത കുമ്മായം പൂശിയ 4-5 മുറികളുള്ള ഒരു വീട്. പൊതുവെ പകല് പോലും അധികം വെളിച്ചം കടക്കാത്ത ആ മുറികളിൽ ഒരു മുറിയിൽ മാത്രം നല്ല ഇരുട്ടാണ്. ഇരുട്ടുമുറി എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ആ മുറിയിൽ ഒറ്റയ്ക്ക് കയറാൻ ഞങ്ങൾ കുട്ടികൾക്ക് ഭയമായിരുന്നു. ആ ഓർമ്മകൾക്ക് ഇപ്പോഴും കറുപ്പും വെളുപ്പും നിറമാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗം കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭ്രമിപ്പിച്ചു കളഞ്ഞു. മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ അഖിൽമാരാർ പറഞ്ഞ പോലെ നമ്മൾ ചെറുതായി പോവുകയുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ബ്രഹ്മയുഗം എടുക്കാനുള്ള തീരുമാനം തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഒരു പ്ലസ് പോയിന്റ്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് ഭയന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് ബ്രഹ്മയുഗത്തിലെ കറുപ്പും വെളുപ്പുമായുള്ള കാഴ്ചകൾക്ക്. VFXും കലാസംവിധാനവും ഇത്രയും മികച്ചതാകാൻ ഒരു കാരണവും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള കാഴ്ചയാണ്. ചിത്രത്തിൽ ഒരിടത്തും മമ്മൂട്ടി എന്ന താരത്തെ കാണാൻ കഴിയില്ല. ഉടുമൺ പോറ്റിയും അയാളുടെ കൊലച്ചിരിയും കാണുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു നല്ല കഥാപാത്രത്തെ കണ്ട് സന്തോഷം തോന്നുകയല്ല, പോറ്റിയുടെ മുമ്പിൽ നിൽക്കുന്ന പാണന്റെ മാനസികാവസ്ഥയിലാവും നമ്മൾ ഇതുവരെ കണ്ട ഹൊറർ ചിത്രങ്ങൾക്ക് ഒരു പടി മുകളിലാണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ കാണേണ്ട ചിത്രം തന്നെയാണിത്. വെറും 5 കഥാപാത്രങ്ങളെ വെച്ചാണ് സംവിധായകൻ നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. അതിൽ 3 പേർ മാത്രമാണ് 90% സ്ക്രീനിൽ. ഈ 3 പേരുടെ ഇടയിലേക്ക്, മനയിലേക്ക് കാഴ്ചക്കാരനെ വളരെ സമർത്ഥമായി ട്രാപ്പ് ചെയ്യുന്നുണ്ട് സംവിധായകൻ. മമ്മൂട്ടി എന്ന നടന്റെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ നട്ടെല്ല്. പറഞ്ഞു പഴകിയ വാചകമാണെങ്കിലും ഇത്രയും കാലത്തെ തഴക്കവും വഴക്കവും സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ആർത്തിയും മമ്മൂട്ടിയെ തേച്ചുമിനുക്കിയെടുത്തിട്ടുണ്ട്. ഉടുമൺ പോറ്റിയായി മറ്റൊരാളെ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം മനോഹരമാക്കിയിട്ടുണ്ട് അദ്ദേഹം. പുതുതലമുറയിലെ ഉയർന്നു വരുന്ന താരമായ അർജുൻ അശോകൻ അഭിനയത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടിയുമായി മത്സരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഹൊറർ കോമഡി ഹിറ്റായ രോമാഞ്ചത്തിലും പുതുവർഷത്തിലെ ഹൊറർ ചിത്രമായ ഭ്രമയുഗത്തിലും കയ്യടി നേടുക എന്നത് ആകസ്മികമായി സംഭവിച്ചതാണെങ്കിലും അയാളിലെ നടന്റെ വളർച്ച അടയാളപ്പെടുത്തുകയാണ് ഈ ചിത്രത്തിലൂടെ. സിദ്ധാർത്ഥ് ഭരതനെ മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയാം. ഇതുവരെ കണ്ട സിദ്ധാർത്ഥ് അല്ല ഈ ചിത്രത്തിലേത്. നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്ന് അയാൾ ഈ ചിത്രത്തിലൂടെ തെളിയിക്കുന്നു. ചിത്രത്തിലെ എടുത്തു പറയേണ്ട ഒന്നാണ് സംഭാഷണങ്ങൾ. ചിത്രത്തിന് യോജിക്കുന്ന ആറ്റിക്കുറുക്കിയ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് TD രാമകൃഷ്ണനാണ്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ഷഹനാദ് ജലാൽ ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. സംഗീതമൊരുക്കിയ ക്രിസ്റ്റോ സേവിയറും ഏറ്റവും മികച്ചത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തി ചിത്രത്തിന്റെ കലാസംവിധായകനാണ്. ഭീതികരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അത്രയും സൂക്ഷ്മമായാണ് ആർട്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ജ്യോതിഷ് ശങ്കർ ഒരു വലിയ കയ്യടി അർഹിക്കുന്നു. ചിത്രം തിയേറ്ററിൽ തന്നെ ആസ്വദിക്കുക. ഇതുവരെ കാണാത്ത മലയാളത്തിൽ വന്നിട്ടുള്ള മികച്ച ഹൊറർ സിനിമകളുടെ കൂട്ടത്തിൽ ഭ്രമയുഗം ഒരു പുതിയ കാഴ്ചയാണ്.